Hello, welcome back to my channel Shajim MS. This video, my topic is human resource planning. Actually, it's a continuation of the previous video that was what is human resource planning and what are the objectives of human resource planning. And in this video, the content of this video is human resource planning and the factors affecting human resource planning and HR policy or human resource planning policy. Next point is that factors to be considered in human resource planning. What are the factors to be considered in human resource planning while making or while developing a planning or human resource planning? What are the factors to be considered at the time of setting a plan? First one is long-term objectives of the organization. What are the long-term objectives of the organization? Definitely that will affect the planning of the organization. If an organization HR പ്ലാനിങ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ എത്ര വേണം, എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും, അതിനെങ്ങനെയൊക്കെയാണ് ആൾക്കാർ നിയമിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ നമ്മളെ സ്വാധീനിക്കുന്ന എന്തെല്ലാം ഫാക്ടറുകളാണ്. ഒന്നാമത്തെയാണ് ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ലോങ് ടൈമിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പരിഗണിക്കണം. എന്തിനു വേണ്ടിയാണ്? HR പ്ലാനിങ് സെറ്റ് ചെയ്യാൻ. Next one, the existing stock of manpower, that is employees now available with the organization. The existing stock of manpower definitely influence the HR planning of an organization. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് എന്തുമാത്രം സ്റ്റാഫ് ഉണ്ട്, അത് കുറവാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫ് അത്ര ഇഫക്റ്റീവ് അല്ലാത്തവരാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓവർ എംപ്ലോയീസ് സ്റ്റാഫാണോ, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മുടെ HR പ്ലാനിങ്ങിനെ ഡെഫിനറ്റായിട്ടും സ്വാധീനിക്കുന്നുണ്ടാവും. Next one is the number of employees needed for meeting a replacement, that is a retirement, expansion and diversification need. അടുത്ത പറയുന്നതാണ്, ഒരു ഓർഗനൈസേഷനിൽ ഈ വർഷം എത്ര പേര് റിട്ടയർ ആവും, അടുത്ത വർഷം എത്ര പേര് റിട്ടയർ ആവും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സ്പാൻഷൻ പ്ലാൻ, അടുത്ത വർഷം നമ്മൾ കുറച്ചും കൂടെ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ലേബേഴ്സിന് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ കുറെ മേഖലയിലൂടെ നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, അപ്പോഴും നമുക്ക് എംപ്ലോയീസിന് ആവശ്യമാണ്. സോ അനദർ ഫാക്ടർ ഈസ് ടു ബി കൺസിഡർ വൈൽ മേക്കിംഗ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദാറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് നീഡഡ് ഫോർ മീറ്റിംഗ് എ റീപ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് റിട്ടയർമെന്റ്, expansion and diversification need. Then another factor is the type of workforce in terms of skills, knowledge, experience required, etc. ഏത് തരത്തിലുള്ള വർക്ക് ഫോഴ്സിനാണ് നമുക്ക് ആവശ്യം, അത് നമ്മുടെ HR പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട സ്കിൽ ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ സ്കില്ലാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ നോളജ് ബേസ്ഡ് ആയിട്ടുള്ളവരെയാണ് ആവശ്യം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ് ആവശ്യം. ഇതെല്ലാം നമ്മുടെ HR പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് അനദർ ഫാക്ടർ, ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് സ്കിൽ, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർഡ്. നെക്സ്റ്റ് വൺ, ദ നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ് അവൈലബിൾ ഫോർ ദ അക്യൂസിഷൻ ഓഫ് നെസസറി മാൻ പവർ. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ലേബർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ലേബേഴ്സിനെ കിട്ടാൻ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ലേബേഴ്സിനെ കിട്ടാൻ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം നമ്മളെ നാട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ലേബർ അബാൻഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് ലേബറിനെ കിട്ടാൻ അത്ര പ്രയാസം നേരിടേണ്ടി വരും. എന്നാലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാൻ നമുക്ക് പലതരത്തിലുള്ള നല്ല ഹെവി കോസ്റ്റ് ഇൻവോൾവ് ആകുന്ന പലതരത്തിലുള്ള മെഷേഴ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അവൈലബിലിറ്റി ഓഫ് ദി ലേബർ മാർക്കറ്റ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ സ്കില്ലായിട്ടുള്ളവർ എവിടുന്ന് കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള അവൈലബിലിറ്റി HR-ന് ഇതൊന്നും കിട്ടാത്തൊരു സ്ഥലത്ത് വെച്ച് HR പ്ലാനിങ് ഹെവി ആയിട്ട് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. സോ അവൈലബിലിറ്റി ഓഫ് ലേബർ മാർക്കറ്റ് ഇസ് അനദർ ഫാക്ടർ. ദെൻ ദ ലേബർ ടേൺ ഓവർ റേറ്റ്, റിട്ടയർമെന്റ്, റെസിഗ്നേഷൻ. ലേബർ ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലേബർ കുഴിഞ്ഞു പോകുന്ന ഒരു റേറ്റ്. അപ്പം ചിലവർ കുറച്ചാൾ ഇന്ന് കഴിയുമ്പോൾ അടുത്ത ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, സാധാരണ IT മേഖലയിലൊക്കെ സംഭവിക്കുന്ന ഒരു ട്രെൻഡ്, അടുത്തിലേക്ക് ചാടിപ്പോകുക, അതിൻ്റെ അടുത്തിലേക്ക് ചാടിപ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ അതിനെ സ്വാധീനിക്കും. ഇങ്ങനെ പോകിൽ അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെങ്കിൽ പോകുമ്പോൾ നെക്സ്റ്റ് ബസ്സിനെ എങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ ഇഫക്റ്റീവ് ആക്കാൻ കഴിയും, അങ്ങനെ പലതരത്തിലുള്ള പ്ലാനിങ് അവിടെ സ്വാധീനിക്കും. സോ അനദർ ഫാക്ടർ ഈസ് ലേബർ ടേൺ ഓവർ റേറ്റ് ആൻഡ് റിട്ടയർമെന്റ്, റെസിഗ്നേഷൻ, എക്സെട്ര. ദെൻ HRP പ്രോസസ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ്, നമുക്ക് അതിനെ സ്റ്റെപ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് സെറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാം സ്റ്റെപ്സ് ഉണ്ട്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രിപ്പയറിംഗ് മാൻ പവർ ഇൻവെന്ററി. ആദ്യത്തെ സ്റ്റെപ്പാണ് ഇൻവെന്ററി. നമുക്കറിയാം സ്റ്റോക്ക് എന്നാണ് നമുക്ക് കേട്ടിരിക്കുന്നത്. മാൻ പവറിനെ എങ്ങനെ കൊണ്ടിട്ട് എവിടെയെങ്കിലും റൂമിൽ കൊണ്ട് അടച്ചിടുന്നു എന്നുള്ളതാണോ? മാൻ പവർ ഇൻവെന്ററി എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരുടെ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. സോ പ്രിപ്പയറിംഗ് മാൻ പവർ ഇൻവെന്ററി ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. That is, it is a detailed analysis of the existing manpower in terms of number of employees, their capabilities, experience and skills. നമ്മൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എത്ര മാൻ പവർ ഉണ്ട്,
അവർക്ക് എന്തെല്ലാം കേപ്പബിലിറ്റീസ്, കഴിവുകളുണ്ട്, അവർക്ക് എന്തോ ഒരു അനുഭവമുണ്ട്, അവർക്ക് എന്തായാലും പരിജ്ഞാനങ്ങൾ, സ്കിൽസ് എന്തൊക്കെയുണ്ട്, നൈപുണ്യത എന്തോരമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം മാൻ പവർ ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നെസസറി ടു അസർട്ടൈൻ ദ നമ്പർ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. നെസസറി ടു അസർട്ടൈൻ നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് അവൈലബിൾ ഇൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ക്വാളിറ്റി എന്താണ്. Manpower inventory provide a basis for estimating the supply of labor force to meet the mutual requirements. Manpower inventory എന്നോട് ഉദ്ദേശിക്കുന്നതാണ് manpower inventory to provide a basis for estimating the supply of labor force to meet future requirements. അതായത് ഒരു ഡേറ്റാബേസ് ആണ്. അവിടെ നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടാൻ സാധ്യതയുള്ള എംപ്ലോയീസിന്റെ ഒരു ലിസ്റ്റ്. ആ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ എത്ര റിക്വയർമെന്റ്സ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ എങ്ങും തപ്പിപ്പോണ്ട ആവശ്യമില്ല. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് എംപ്ലോയീസിന്റെ റൈറ്റ് ടൈമിൽ നമുക്ക് അവിടെ ലഭ്യമാവും. സോ അതാണ് മാൻ പവർ ഇൻവെന്ററി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ HRP ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് പ്രോസസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അനാലിസിസ് ഓഫ് ദ ഫ്യൂച്ചർ പ്ലാൻ. ദാറ്റ് ഈസ് ദ ബിസിനസ് മസ്റ്റ് ഗ്രോ ഇൻ ലോങ് റൺ. ഓക്കെ, നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നതാണ് ബിസിനസ് ഇസ് എ ഗോയിങ് കൺസേൺ. നമ്മൾ ഈ ഒറ്റ വർഷത്തേക്കോ 2 വർഷത്തേക്കോ വേണ്ടി സെറ്റ് ചെയ്യുന്നതല്ല. ഇറ്റ്സ് ഫോർ എ ലോങ് റൺ. സോ every business has certain future plan like expansion, diversification, acquisition of a new business. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാവും സം ഫ്യൂച്ചർ പ്ലാൻ. ആ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻ, ദാറ്റ് ഈസ് അനദർ പ്രോസസ്. സോ ഫ്യൂച്ചർ പ്ലാൻ മീൻസ് ഇറ്റ്സ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, അക്വിസിഷൻ, ന്യൂ ബിസിനസ്, ഇതെല്ലാം എൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് all these require manpower. All these require manpower. That is, അതായത് ഈ all these require manpower എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ പ്ലാൻ, എക്സ്പാൻഷനോ ഡൈവേഴ്സിഫിക്കേഷനോ അക്വിസിഷനോ അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും ഈ എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, അക്വിസിഷൻ അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് എന്ത് ആവശ്യമാണ്? മാൻ പവർ ആവശ്യമാണ്. ദ ഫേം ഹാസ് ടു ലിസ്റ്റ് ഔട്ട് ദ ഫംഗ്ഷൻ ഓർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ ഹ്യൂമൻ ലേബർ ആൻഡ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സ്കിൽ റിക്വയർ. അപ്പൊ ഫേം എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു ലിസ്റ്റ് ഔട്ട് ദ ഫംഗ്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ. ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഫംഗ്ഷൻസും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിന് നേച്ചർ എങ്ങനെയാണ്, അതിന് എന്തുതരം സ്കില്ല് ആവശ്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കി വെക്കണം. ദാറ്റ് ഈസ് അനദർ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ്. The nature of operation and the use of technology, degree of automation, etc. determine the size and the nature of manpower required. നമ്മുടെ മാൻ പവർ എത്ര വേണമെന്ന് തീരുമാനിക്കുന്നതിന്റെ സൈസ് എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, നമ്മളുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ഓട്ടോമേഷൻ മെഷീൻസ്, ഓട്ടോമാറ്റിക് മെഷീൻസ്, ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് വേണമെന്ന് സ്വാധീനിക്കുന്നുണ്ടാവും. അനദർ പ്രോസസ് ഈസ് ദാറ്റ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ്. നമ്മൾ ആദ്യം മാൻ പവറിന്റെ ഒരു ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ടൊരു ഇൻവെന്ററി തയ്യാറാക്കുന്നു, ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് തയ്യാറാക്കുന്നു. ഈ ഫ്യൂച്ചർ പ്ലാനും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ഇൻവെന്ററിയും ബേസ് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് ഇനി ആവശ്യമായിട്ട് വരുന്ന മാൻ പവർ റിക്വയർമെന്റ്സ് ഒന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. സോ ഫോർകാസ്റ്റിങ്ങിനകത്ത് ഉൾപ്പെടുന്ന ആ പ്രോസസ് വരുന്നത് മാൻ പവർ ഫോർകാസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെന്റ്സ്. ദാറ്റ് ഈസ് ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദ ഡിമാൻഡ് ഫോർ മാൻ പവർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എത്ര മാൻ പവർ നമുക്ക് ആവശ്യമുണ്ട് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലുള്ള ഡിമാൻഡ് എന്താണ്, എത്ര ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമാണെന്ന് ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഇറ്റ് മേക്സ് എ പ്രൊജക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മാൻ പവർ. ഇത് നമുക്ക് എത്ര മാൻ പവർ ഭാവിയിൽ ആവശ്യമായിട്ട് വരും എന്ന് പ്രൊജക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇറ്റ്സ് കോമ്പോസിഷൻ. എത്ര മാനേജേഴ്സ് വേണം, എത്ര സൂപ്പർവൈസ് ആവശ്യമായിട്ട് വരും, എത്ര സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ആവശ്യമായിട്ട് വരും, ഇതെല്ലാം പ്രൊജക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ്. അനദർ പ്രോസസ് ഈസ് ദാറ്റ് അനാലിസിസ് ഓഫ് സപ്ലൈ. നമ്മളുടെ ഡിമാൻഡ് ആണ് നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയത്. അതിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിമാൻഡ്, നമുക്ക് എത്ര ആവശ്യം വരും, വാട്ട് ആർ ദ റിക്വയർമെന്റ്സ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട് ആർ ദ സപ്ലൈ. ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ എത്ര ആവശ്യമുണ്ടെന്നും ഓർഗനൈസേഷനിൽ എത്ര ലഭ്യമാവും, ഓർഗനൈസേഷൻ എത്ര എംപ്ലോയീസിന് ലഭ്യമാവുമെന്നും ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ച് അത് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ തൊട്ടുമുമ്പുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അനാലിസിസ് ഓഫ് ദ സപ്ലൈ. നമുക്ക് എത്ര ലഭ്യമാവും, നമ്മൾ ഇത്ര ക്വാളിറ്റി ഉള്ള എംപ്ലോയീസിനെയൊക്കെ വേണമെന്ന് തീരുമാനിച്ചു വെക്കുമ്പോൾ അത് കിട്ടുമോന്നും കൂടെ നമ്മൾ ഉറപ്പിക്കണം. സോ അനദർ സ്റ്റെപ്പ് ഈസ് അനാലിസിസ് ഓഫ് ദി സപ്ലൈ. That is, as the firm expands its business or diversifies into a new area of operation, it requires more manpower to carry out the task.
ഡെഫിനറ്റ്ലി ഒരു ഓർഗനൈസേഷൻ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫേമിന് മാൻ പവർ റിക്വയർമെന്റ്സ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദ എക്സിസ്റ്റിംഗ് മാൻ പവർ ഈസ് നോട്ട് സഫിഷ്യന്റ് ടു ക്യാരി ഔട്ട് ദ ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്. ഡെഫിനറ്റ്ലി ഇത് എക്സിസ്റ്റിംഗ്, കാരണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എക്സിസ്റ്റിംഗ് മാൻ പവർ എന്ന് പറയാൻ അറ്റ് പ്രസന്റ് ഉള്ള അവരുടെ നീഡ് അനുസരിച്ചായിരിക്കും എക്സിസ്റ്റിംഗ് മാൻ പവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഇൻക്രീസ്ഡ് വർക്ക് ലോഡിനെ ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. So, HR department must explore external sources of supply of manpower. So, അത് HR department function ആണ്. It has to explore external source of supply of manpower. It prepares a recruitment and selection plan based on such analysis of supply of manpower. അപ്പോൾ HR department എന്ത് ചെയ്യുന്നു? Recruitment and selection plan തയ്യാറാക്കും. But it is based on the supply of or analysis of supply of manpower. നമുക്ക് മാൻ പവറിന്റെ സപ്ലൈ എങ്ങനെയാണെന്ന് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമാണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സ് ഏറ്റണമെങ്കിൽ എത്ര സപ്ലൈ ഉണ്ട്, എംപ്ലോയീസ് ഉണ്ടോ, എംപ്ലോയീസിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ, അത് കോളേജിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, അതല്ല നാട്ടുമുറകളിൽ തന്നെ കിട്ടുന്നവരാണോ, എങ്ങനെയൊക്കെ സപ്ലൈ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അനദർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRPയുടെ അനദർ പ്രോസസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് മാൻ പവർ ഗ്യാപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എത്ര റിക്വയർമെന്റ് ഉണ്ട്, എത്ര എംപ്ലോയീസ് നമുക്ക് ആവശ്യമാണ്, എത്ര അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാപ്പ് അറിയാൻ പറ്റും. ഗ്യാപ്പ് ഉണ്ടോ, അത് കൂടുതലാകാം കുറവാകാം. അപ്പൊ ഇത് തമ്മിൽ എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദ ഷുഡ് ഹാവ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ദ റിക്വയർമെന്റ്സ് ഓഫ് സപ്ലൈ. ദീസ് ടു പോയിന്റ് ഈസ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ്. സോ അനദർ human resource planning process is analysis of the manpower gap. That is, the inventory reveals the supply of manpower while the manpower forecasting discloses the demand. Inventory reveal ചെയ്യുന്ന എത്ര സപ്ലൈ ഉണ്ടെന്നും manpower forecasting reveal ചെയ്യുന്ന എത്ര ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ്. Thus, the HR department can find out the gap between future supply and demand of manpower. So, it helps the HR department to find out the gap between the demand and the supply of human resources. The analysis of the manpower gap reveals the number and the quantity of manpower recruiter or surplus to be treated as redundant. ഈ ഗ്യാപ്പ് കണ്ടുപിടിക്കുമ്പോൾ ദിസ് ഗ്യാപ്പ് റിവീൽസ്, വ്യക്തമാക്കി കൊടുക്കും എന്താണ് നമ്പർ ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മാൻ പവർ റിക്രൂട്ടഡ്, എത്ര പേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഓർ സർപ്ലസ്, ഇനി അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് റിഡൻഡന്റ് ആണ്, അധികമായിട്ട് വരുന്ന എത്ര പേരുണ്ടാകും എന്നൊക്കെ നമുക്ക് അനാലിസ് ചെയ്യാൻ പറ്റും. Analysis of manpower gap provide a basis for HR plan of the organization. Definitely to give a basis. എത്ര കൂടുതലുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ HR പ്ലാൻ അതിനനുസരിച്ചിട്ടായി. എംപ്ലോയീസിനെയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് സാലറി ഒക്കെ അത്ര അട്രാക്റ്റീവ് ആവണമെന്നില്ല, എംപ്ലോയീസിനെ നമുക്ക് കിട്ടും അല്ലേ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ എങ്ങനെയും പറഞ്ഞു വിടുന്നുള്ള സിറ്റുവേഷൻ ആകാം. അപ്പം അല്ലെങ്കിൽ അവൈലബിലിറ്റി ഒരുപാടാണെന്നുണ്ടെങ്കിൽ, ആ ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മതിയാവും. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. വേറെ ഓർഗനൈസേഷനൊക്കെ നമ്മളിലേക്ക് വരാൻ സാധ്യതമായിട്ടുള്ള പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ഓഫറുകൾ, സാലറി കൂടാതെ ഒത്തിരി പെർക്യൂസിറ്റ്സ് ഓഫറുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ HR പ്ലാൻ ഡെഫിനറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഐഡന്റിഫൈങ് ദീസ് മാൻ പവർ ഗ്യാപ്പ്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൻ ആക്ഷൻ പ്ലാൻ. അപ്പം നമ്മൾ ഗ്യാപ്പ് കണ്ടുപിടിച്ചു, അവൈലബിലിറ്റി, സപ്ലൈ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ next step is preparation of an action plan. On the basis of the analysis of manpower gap, the HR department can prepare an action plan. If there is a surplus of manpower, ആ ഓർഗനൈസേഷനിൽ സർപ്ലസ് ഓഫ് മാൻ പവർ ആണുള്ളെങ്കിൽ as shown in the demand and supply analysis. ഞാൻ തൊട്ടും പറഞ്ഞു ഡിമാൻഡ് സപ്ലൈ അനാലിസിസ്. എന്താ ഡിമാൻഡ് സപ്ലൈ അനാലിസിസ്? മാൻ പവറിനെ കിട്ടാനുള്ള, നമ്മുടെ സ്ഥാപനത്തിലേക്ക് കിട്ടാനുള്ള എംപ്ലോയീസിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ സപ്ലൈ ആണ് കൂടുതൽ, കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ നമ്മുടെ ഡിമാൻഡാണ് കൂടുതൽ. അപ്പം അത് തമ്മിലുള്ള ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ HR ഡിപ്പാർട്ട്മെന്റ് മേ ഡ്രോ എ സ്യൂട്ടബിൾ പ്ലാൻ ഫോർ ദ റീഡിപ്ലോയ്മെന്റ് ഓഫ് ദി എക്സസ് മാൻ പവർ. പ്ലസ് മാൻ പവർ ആണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും ഒരു റീഡിപ്ലോയ്മെന്റ് പ്ലാൻ അവർക്ക് തയ്യാറാക്കാൻ കഴിയും. എന്നാൽ എംപ്ലോയീസ് മേ ബി ട്രാൻസ്ഫർഡ് ടു അതർ ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ്സ്. അപ്പോൾ എക്സസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാം. The HR department can also suggest retrenchment of excess manpower in consultation with the trade union. HR department can also suggest a retrenchment of excess manpower. അതായത് നമ്മളുടെ ഇപ്പോഴുള്ള മാൻ പവറിനെ റീട്രെഞ്ച് എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നുള്ളതാണ്. കുറയ്ക്കാനും എന്നുള്ളതും ഈ ആക്ഷൻ പ്ലാനകത്ത് വരും. ബട്ട് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ കൺസൾട്ടേഷൻ വിത്ത് ദി ട്രേഡ് യൂണിയൻസ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ്. It is necessary to make periodic evaluation of the HR planning to see that the plans are actually implemented. HR planning effective ആവണമെന്നുണ്ടെങ്കിൽ we should have an effective monitoring and controlling system. So it is necessary to make a periodic evaluation of the HR planning to see that the plans are actually implemented.
നമ്മൾ എടുത്തിട്ടുള്ള പ്ലാൻ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു പീരിയോഡിക് ഇവാലുവേഷൻ ആവശ്യമാണ്. Or it facilitates check for any deficiencies in the plan and what remedial measures are to be taken for correcting such deficiencies. അതല്ലെങ്കിൽ HR നമ്മുടെ പ്ലാനിങ്ങിലുള്ള ഡെഫിഷ്യൻസി എന്താണെന്ന് അറിയാനും and they can make a remedial action to take correct such deficiencies. നമ്മുടെ ഡെഫിഷ്യൻസി എന്താണ് അതിനെ കറക്റ്റ് ചെയ്യാൻ ഉള്ള റെമഡിയൽ ആക്ഷൻ എടുക്കാനും തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അതിനാണ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ്. ആൻഡ് HR ഡിപ്പാർട്ട്മെന്റ് ക്യാൻ മോഡിഫൈ ദ പ്ലാൻ ബേസ്ഡ് ഓൺ സച്ച് ഫീഡ്ബാക്ക് ആൻഡ് ഓൾസോ ഹെൽപ്പ് ടു പ്രിപ്പയർ ഫ്യൂച്ചർ HR പ്ലാൻസ്. ഇനി മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിങ്ങിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത ഗുണം എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ക്യാൻ മോഡിഫൈ ദർ പ്ലാൻസ്. ഡ്രോബാക്ക് റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്നതിന്റെ ഭാഗം അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ക്യാൻ മോഡിഫൈ ദ പ്ലാൻ ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ആൻഡ് ഓൾസോ ഹെൽപ്പ് ടു പ്രിപ്പയർ ഫ്യൂച്ചർ പ്ലാൻസ്. ഈ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് HR പ്ലാനിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് HR പ്ലാൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കമന്റ് ഇടുക. വാച്ച് ചെയ്തവർ നിങ്ങളുടെ കമന്റ്, എൻ്റെ സ്റ്റുഡൻസ് വാച്ച് ചെയ്യുന്നവർ ഇത് നിങ്ങളുടെ കമന്റും ക്ലാസ് നമ്പർ സഹിതം ഇടുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.